തെരഞ്ഞെടുപ്പ് ചൂട് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും പ്രചരണങ്ങളുമായി മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇതാ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് LDF. കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. കഴിഞ്ഞ ഒരു ദശാബ്ദം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സാധാരണ ഭരണകാലമല്ല, ഒരു സമൂഹത്തിന്റെ ആത്മവിശ്വാസം പുനർനിർമ്മിച്ച വികസനത്തിന്റെ പുതിയ പാത തുറന്ന കാലഘട്ടമാണ് എന്നാണ് LDF സർക്കാരിന്റെ അവകാശവാദം. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ കേരളം നേരിട്ടത് സാമ്പത്തിക പരിമിതികളും വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സാമൂഹിക സുരക്ഷാ മേഖലയിലെ വലിയ വെല്ലുവിളികളുമായിരുന്നുവെന്നും LDF പറയുന്നു. ഇവയ്ക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ LDF സർക്കാർ ശ്രമിച്ചുവെന്നും അവർ പറഞ്ഞു. പക്ഷേ മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. പ്രളയങ്ങൾ, നിപ, കോവിഡ് മഹാമാരി പോലുള്ള അസാധാരണ പ്രതിസന്ധികൾ. എന്നാൽ ഈ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് കേരളം മുന്നേറിയത് വ്യക്തമായ രാഷ്ട്രീയ ദർശനത്തിന്റെ ശക്തിയിലാണ്. വിവിധ വിഭാഗം ജനങ്ങളുമായി നേരിട്ട് നടത്തിയ സംവാദങ്ങൾ, 3 കേരള വികസന ജാഥകളിൽ ജില്ലകളിൽ നടത്തിയ ചർച്ചകൾ, AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിലെ ചർച്ചകൾ, C അച്യുതമേനോൻ ഫൗണ്ടേഷൻ നടത്തിയ വികസന കോൺക്ലേവ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച വിഷൻ 2031 സമ്മേളനങ്ങൾ, മുന്നണിയുടെ ഘടകകക്ഷികൾ തയ്യാറാക്കിയ രേഖകൾ, ഇവയെല്ലാം സംയോജിപ്പിച്ചാണ് 950 നിർദ്ദേശങ്ങളടങ്ങിയ ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 950 നിർദ്ദേശങ്ങളെ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായി 60 ഇന പരിപാടിയായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തെ കേവല ദാരിദ്ര്യരഹിത സംസ്ഥാനമാക്കും. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ലക്ഷം ദരിദ്രരായ കുടുംബങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്താനുള്ള പ്രവർത്തന പദ്ധതി നടപ്പാക്കും. വരുമാനം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്ര ഇടപെടലായിരിക്കും ഇത്. സാമൂഹ്യ സുരക്ഷയെ പുതിയ ഉയരത്തിലേക്ക് ഉയർത്തും. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് അവകാശ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കും. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സാമൂഹിക അടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കും. പഠിച്ചാൽ ജോലി ഉറപ്പുവരുത്തും. ക്യാമ്പസ് പ്ലേസ്മെന്റ് സർവ്വസാധാരണമാക്കും. 2025-2026 60,000 വിദ്യാർത്ഥികൾക്ക് ലഭിച്ച പ്ലേസ്മെന്റിന്റെ അനുഭവം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വഴി വിദ്യാർത്ഥികളെ നേരിട്ട് തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കും. ബാക്ക് ടു ക്യാമ്പസ് പദ്ധതിയിലൂടെ പഠനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് പുതിയ നൈപുണ്യ പരിശീലനം നൽകും. യുവജനങ്ങളെ തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽ സൃഷ്ടിക്കുന്നവരാക്കി മാറ്റും. പലിശരഹിത വായ്പകൾ നൽകി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കും. കോളേജുകളുമായി ബന്ധിപ്പിച്ചുള്ള ഇൻക്യുബേഷൻ, ഹാക്കത്തോൺ, ഇന്നവേഷൻ സെന്ററുകൾ വികസിപ്പിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ എണ്ണം 40-ൽ നിന്നും 120 ഉയർത്തി ഏകദേശം 20 ലക്ഷം ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ചരിത്രപരമായ ചുവടുവയ്പ് നടത്തും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തും. ഇത് സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന്റെ പരിപാടിയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിൽ ശൃംഖലകൾ വികസിപ്പിക്കും. വീടിനടുത്ത് ജോലി ചെയ്യാനുള്ള വർക്ക് നിയർ ഹോം സംവിധാനം വ്യാപിപ്പിക്കും. സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കും. കുട്ടികൾക്കായുള്ള ആഫ്റ്റർ സ്കൂൾ കെയർ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. സേവന സംരംഭങ്ങൾ, സ്വാതന്ത്ര്യ പരിചരണം, ടെക്നോളജി സേവനങ്ങൾ, വാതിൽപ്പടി വിപണനം ഇവയെല്ലാം സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ മേഖലകൾ തുറക്കും. തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾക്കെതിരെ ശക്തമായ നില ഇപ്പോൾ തന്നെ സ്വീകരിച്ചു വരുന്നുണ്ട്. ആവശ്യമായാൽ സംസ്ഥാന വിഭവങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഗ്രാമീണ മേഖലയിലെ വരുമാനം ഉറപ്പാക്കും. വ്യവസായവൽക്കരണത്തിന് പുതിയ വേഗം നൽകും. നിർമ്മാണ മേഖലയുടെ പങ്ക് 2015-16 10.14% നിന്നും 2024-25 13% ഉയർത്തിയിട്ടുണ്ട്. ഇത് 2031 16% ഉയർത്തും. വ്യവസായ ഇടനാഴികൾ, ലോജിസ്റ്റിക്സ് ഹമ്പുകൾ, ക്ലസ്റ്ററുകൾ എന്നിവ വികസിപ്പിക്കും. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വ്യവസായ വികസനം കൂടുതൽ ശക്തമാക്കും.
കൃഷി, മത്സ്യബന്ധനം, പരമ്പരാഗത വ്യവസായങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യും. ജലസേചന വികസനം, വിപണന സൗകര്യങ്ങൾ, വിലസ്ഥിരത, പുനരധിവാസം ഇവയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തും. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തും. പട്ടികജാതി പട്ടികവർഗ വിഭവങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ കേന്ദ്രീകൃത വികസന പദ്ധതികൾ നടപ്പാക്കും. വിദ്യാഭ്യാസം, തൊഴിൽ, താമസം, സാമൂഹിക സുരക്ഷ എല്ലാ മേഖലകളിലും തുല്യത ഉറപ്പാക്കും. പൊതുവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കർശന നടപടികൾ സ്വീകരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉയർത്തുന്നതിനോടൊപ്പം നൈപുണ്യ വികസനവും ഗവേഷണവും കൂടുതൽ ശക്തിപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. ആരോഗ്യരംഗത്ത് എല്ലാ ജനങ്ങൾക്കുമുള്ള പരിരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തും. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം മുതൽ ഉയർന്ന ചികിത്സ വരെ സർക്കാർ സംവിധാനത്തിലൂടെ ലഭ്യമാകും. അടിസ്ഥാന സൗകര്യ വികസനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. റോഡുകൾ, വൈദ്യുതി, ജലം, ഡിജിറ്റൽ കണക്ടിവിറ്റി ഇവയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തും. കെ-ഫോൺ പോലുള്ള പദ്ധതികൾ വഴി ഡിജിറ്റൽ ഉൾക്കൊള്ളാൻ ഉറപ്പാക്കും. ടൂറിസം, IT, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ കൂടുതൽ വളർച്ച ഉറപ്പാക്കും. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനുള്ള അടിത്തറ കൂടുതൽ ശക്തമാക്കും. പരിസ്ഥിതി സംരക്ഷണവും വികസനവും തമ്മിൽ സന്തുലിത സമീപനം സ്വീകരിക്കും. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കും. പ്രവാസികളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തും. അവരുടെ സാമ്പത്തിക പങ്കാളിത്തം സംസ്ഥാന വികസനത്തിലേക്ക് കൊണ്ടുവരും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ജനകീയ ആസൂത്രണത്തെ പുതിയ ഘട്ടത്തിലേക്ക് ഉയർത്തും. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് പ്രതിബദ്ധതയോടെ ഇനിയും ഇടപെടും. അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണ സംവിധാനം ഉറപ്പാക്കും. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് കൂടുതൽ ശക്തമാക്കും. കഴിഞ്ഞ 10 വർഷം നമ്മൾ തെളിയിച്ചത് വികസനം സാധ്യമാണ്, സാമൂഹിക നീതി സാധ്യമാണ്, വിശ്വാസം പാലിക്കുന്ന ഭരണവും സാധ്യമാണ് എന്നതാണ്. ഇനി മുന്നിലുള്ളത് കൂടുതൽ വളർച്ച നേടുക, അതിനെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നതാണ്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലത്തും ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്താണ് മുന്നോട്ട് പോയത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ആ വഴിക്ക് തന്നെയാണ് ഇപ്പോഴും LDF സഞ്ചരിക്കുന്നത്. ജനങ്ങളുടെ അതേ വഴിക്ക് തന്നെ. അതുകൊണ്ട് തന്നെ LDFന് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ജനങ്ങൾ LDFന് സമ്മാനിക്കുമെന്ന് തന്നെയാണ് LDFന്റെ ഉറച്ച വിശ്വാസം.